ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ സിദ്ധിവിനായക റെസ്റ്റോറൻറ്റിലേക്ക് പോണ വീഡിയോ ആണ് കേട്ടോ. അവിടുത്തെ കുറച്ച് കാഴ്ചകൾ, അധികമൊന്നും ഞാൻ എടുത്തിട്ടില്ല, കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. തൃശ്ശൂരിൽ നിന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്ററേ ഉള്ളൂ. കോലഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാനാണ് കേട്ടോ പോണത്. അതിനു മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ലഞ്ച് കഴിക്കാനും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഫുഡും സർവീസും ഒക്കെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പം അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാനിവിടെ വീഡിയോ എടുക്കുന്നത്. അല്ലാതെ ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി, ഇവിടുത്തെ ഫുഡായാലും സർവീസ് ആയാലും ഒക്കെ ഇഷ്ടമായി കേട്ടോ. അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റ് മുന്നിലെത്തി കേട്ടോ. അത്യാവശ്യം അവിടെ കാർ പാർക്കിങ്ങിനൊക്കെ നല്ലൊരു ഏരിയ തന്നെയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മെയിൻ റോഡിനടുത്താണ് കേട്ടോ. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വടക്കാഞ്ചേരിയിലേക്ക് പോകുന്ന ആ ഒരു റൂട്ടാണ്. അപ്പോൾ അവിടെ കോലഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പം നമ്മളവിടെ ഡിന്നർ കഴിക്കാനാണ് ഇന്ന് പോണത്. അപ്പം ഇന്ന് ഡിന്നറിന് ഞങ്ങൾ പറഞ്ഞത് ചപ്പാത്തി, പിന്നെ ഫ്രൈഡ് റൈസ്, സെഷ്വാൻ ഫ്രൈഡ് റൈസും പിന്നെ ഗോബി മഞ്ചൂറിയനുമാണ് കേട്ടോ. പിന്നെ ഈ റെസ്റ്റോറൻ്റ് ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, മിക്കവാറും ചില റെസ്റ്റോറൻറ്റിലൊക്കെ ഉള്ളൂ കേട്ടോ അത്. അപ്പം നമ്മൾ നല്ല തിരക്കുണ്ട് എപ്പോഴും. മിക്കവാറും ഈ ഹോട്ടലിൽ നല്ല തിരക്കാവും. പക്ഷെ തിരക്കുണ്ടെങ്കിലും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ ഫസ്റ്റ് ആരാ വന്നേ അവരുടെ പേരും നമ്പറും ഒക്കെ അവർ എഴുതിയിട്ടിട്ട് സീറ്റ് ഒഴിയുമ്പോൾ നമ്മളെ വിളിച്ചോളൂ കേട്ടോ. അല്ലാതെ സാധാരണ ചില ഹോട്ടലുകളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ പിന്നിൽ വന്ന് നിൽക്കും, നമ്മൾ കഴിക്കുന്നത് നോക്കി, സീറ്റ് ഒഴിയുന്നത് നോക്കി. അപ്പോൾ അത് നമുക്കൊരു ഡിസ്റ്റർബൻസ് ആണ്, കഴിക്കാനും പെട്ടെന്ന് കഴിക്കണം. ഇവിടെ ആണെങ്കിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ എത്ര പേരുണ്ട് എണ്ണം, പിന്നെ നമ്മുടെ പേരും അവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അവർ സീറ്റ് ഒഴിയുന്നതനുസരിച്ചിട്ട് ഫസ്റ്റ് വന്ന ആൾക്കാരെ അങ്ങനെ വിളിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് സമാധാനപരമായിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കാം. ഇതുപോലെ പിന്നിലൊന്നും വന്ന് നിൽക്കാൻ സമ്മതിക്കില്ല. ചില ഹോട്ടലുകളിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ തിരക്കാണ്, അതുകൊണ്ട് തന്നെ നല്ല ഫുഡും ആയിരിക്കും അവിടെ. പക്ഷേ പിന്നിൽ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കും നമ്മൾ എണീക്കുന്നതും കാലത്ത്. അതൊരു വല്ലാത്തൊരു അത് അത്ര എനിക്കിഷ്ടമല്ല. അങ്ങനെ അത് കാരണം അങ്ങനെയുള്ള ഹോട്ടലുകളിൽ അങ്ങനെ ഞാൻ പോകാറില്ല. അങ്ങനെ ആണെങ്കിൽ തന്നെ ഞാൻ അവിടെ നിന്ന് പാഴ്സലേ വാങ്ങിക്കാറുള്ളൂ കേട്ടോ. കോലയിൽ ഇപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടുണ്ട്, ലഞ്ചും കഴിച്ചിട്ടുണ്ട്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഡിന്നറൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫുഡും നല്ലതാണ്, സർവീസും നല്ലതാണ്, അതുപോലെ തന്നെ റീസണബിൾ പ്രൈസുമാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇതൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഇവിടെ സൗത്ത് ഇന്ത്യനും നോർത്ത് ഇന്ത്യനും ഒക്കെ ആയിട്ടുള്ള ഫുഡ് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ മസാല ദോശയും ഗീ റോസ്റ്റും ഒക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് ഇവിടുത്തെ കോഫി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു കോഫിയാണ്. അതുകൊണ്ട് എപ്പോൾ വന്നു കഴിഞ്ഞാലും ഞാനത് മിസ്സാക്കാറില്ല, എപ്പോഴും പറയാറുണ്ട് കേട്ടോ. റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം കുറേ കാറുകൾ പാർക്ക് ചെയ്യാനായിട്ട് നല്ലൊരു ഏരിയ തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് മടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സിദ്ധിവിനായക റെസ്റ്റോറൻറ്റിനെ കുറിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്